Hello everyone. Today we are going to discuss about some previous year questions. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് ജൂൺ 2018 ചോദിച്ച TOCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. First question. Two finite state machines are said to be equivalent if they രണ്ട് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഈക്വലൻ്റ് ആണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അത് ഈക്വലൻ്റ്? ദേ ഹാവ് ദ സെയിം നമ്പർ ഓഫ് എഡ്ജസ്, ഹാവ് ദ സെയിം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, റെക്കഗ്നൈസ് ദ സെയിം സെറ്റ് ഓഫ് ടോക്കൺ, ഹാവ് ദ സെയിം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് എഡ്ജസ്. നമുക്ക് രണ്ട് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനിന് സെയിം നമ്പർ ഓഫ് എഡ്ജസ് ആണെങ്കിൽ അത് ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ സെയിം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഈക്വലൻ്റ് ആകണമെന്നില്ല. അതുപോലെ സെയിം നമ്പർ ഓഫ് സ്റ്റേറ്റ്സും എഡ്ജസും ഉണ്ടായാലും രണ്ട് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഈക്വലൻ്റ് ആകണമെന്നില്ല. അപ്പോൾ ഈക്വലൻ്റ് ആവണമെങ്കിൽ അത് സെയിം സെറ്റ് ഓഫ് ടോക്കൺസിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഫസ്റ്റ് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഏത് സെറ്റ് ഓഫ് ടോക്കൺസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നോ അതേ ടോക്കണിനെ തന്നെ ആയിരിക്കണം അടുത്ത ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനും റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അപ്പം അതെന്ന് പറയുന്നത് രണ്ട് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഈക്വലൻ്റ് ആവണമെങ്കിൽ അത് സെയിം സെറ്റ് ഓഫ് ടോക്കൺസിനെ ആയിരിക്കണം റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ദ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഗിവൺ ഇൻ ഫിഗർ ബിലോ റെക്കഗ്നൈസസ്. നമുക്കൊരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സ്ട്രിങ്ങിനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഗർ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കും, എനി സ്ട്രിങ് ഓഫ് ഓഡ് നമ്പർ ഓഫ് എസ്. ഈ ഓഡ് നമ്പർ ഓഫ് എസ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാം. ആദ്യം സിംഗിൾ എ വരുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമോ നോക്കാം. എ ബി എന്നുള്ള സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓഡ് നമ്പർ ഓഫ് എ, അതായത് ഒരു എ ഉള്ളൂ. ദെൻ അടുത്തത് എ ബി എന്നുള്ള സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുമോ നോക്കാം. അതിൽ ആദ്യം എ കൊടുക്കും, എന്നിട്ട് അത് ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് പോവും. ദെൻ ബി കൊടുക്കുവാണെങ്കിൽ അത് താഴോട്ട് വരും. ദെൻ എ കൊടുക്കുവാണെങ്കിൽ അത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓഫ് എസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എനി സ്ട്രിങ് ഓഫ് ഓഡ് നമ്പർ ഓഫ് ബീസ് കിട്ടുമോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സിംഗിൾ ബി കൊടുക്കുവാണെങ്കിൽ ബി എ എന്നുള്ളൊരു സ്ട്രിങ് കൊടുക്കുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബി എ ബി എന്നുള്ളൊരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാലും ഓഡ് നമ്പർ ഓഫ് ബീസിനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് അതാണ് ആൻസർ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യാൻ പോകരുത്, അടുത്ത ഓപ്ഷനൂടെ നോക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓഫ് എസും ഓഡ് നമ്പർ ഓഫ് ബീസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്ട്രിങ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇപ്പോൾ എ ബി എന്നുള്ള സ്ട്രിങ് അത് അക്സെപ്റ്റ് ചെയ്യുമോ നോക്കുക. അങ്ങനെ 2-3 സ്ട്രിങ് എടുത്ത് അക്സെപ്റ്റ് ചെയ്യുമോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു എങ്ങനത്തെ ഉള്ള സ്ട്രിങ്സിനെ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഏത് മെഷീനാണ്? ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ. ദെൻ റെഗുലർ ലാംഗ്വേജ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. റീകർസീവ് ലാംഗ്വേജ് ട്യൂറിംഗ് മെഷീൻ. ഈ ചോംസ്കി ഹയറാർക്കി എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The set A is equal to 0 raised to n, 1 raised to n, 2 raised to n such that n is equal to 1, 2, 3 etc. is an example of a grammar that is. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് റെഗുലർ ഗ്രാമർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് അതിൻ്റെ മെഷീന്. അത് വെച്ച് റെഗുലർ ഗ്രാമർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നുള്ള മെഷീനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയ്ക്ക് മെമ്മറി ഡിവൈസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കറക്റ്റ് എത്ര നമ്പർ ഓഫ് സീറോസ് കൊടുത്തോ അത്രയും നമ്പർ ഓഫ് 1 കൊടുക്കണം, അത്രയും നമ്പർ ഓഫ് 2 കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി ഡിവൈസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഫൈനൈറ്റ് ഓട്ടോമേറ്റയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഗ്രാമർ എന്ന് പറയുന്നത് റെഗുലർ ഗ്രാമർ അല്ല. ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണോ എന്ന് നോക്കുക. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലെന്ന് പറയുന്നത് പുഷ് ഡൗൺ ഓട്ടോമേറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുഷ് ഡൗൺ ഓട്ടോമേറ്റയിലെന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്റ്റാക്കിലോട്ട് എലമെൻറ്റ്സിനെ പുഷ് ചെയ്യും, എന്നിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ പോപ്പ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എത്ര നമ്പർ ഓഫ് സീറോസ് കൊടുത്തോ അത്രയും നമ്പർ ഓഫ് സീറോസിന് നമ്മൾ ആ 1ൻ്റെ കൗണ്ട് വരുമ്പോൾ അത്രയും നമ്പർ ഓഫ് സീറോസിനെ പോപ്പ് ചെയ്ത് കളയും. അപ്പം സ്റ്റാക്ക് എം ടി ആയി. ഇനി നമുക്ക് അടുത്ത 2 എന്നുള്ള എലമെൻറ്റ് വരുന്നുണ്ട്, അതിനെ പുഷ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമുക്ക് ആ
കറക്റ്റ് ആ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രാമർ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ അല്ല. ഇനി അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണോ നോക്കുക. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റയാണ്. അപ്പം ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റയ്ക്ക് ഫോർവേഡായിട്ടും ബാക്ക്വേഡായിട്ടും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമർ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണ്. പുഷ് ഡൗൺ ഓട്ടോമേറ്റ ക്യാൻ റെക്കഗ്നൈസ് ലാംഗ്വേജ് ജനറേറ്റഡ് ബൈ. പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് ഏത് ലാംഗ്വേജിനെയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ പോലെ തന്നെ റെഗുലർ ഗ്രാമറിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ചോംസ്കി ഹയറാർക്കി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനി ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ റെഗുലർ ഗ്രാമറിനെ മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ. ദെൻ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റിക്, റെഗുലർ ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, ഇത്രയും ഗ്രാമേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ദെൻ ട്യൂറിംഗ് മെഷീന്, റിക്കർസീവ് ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ദെൻ റെഗുലർ ഗ്രാമർ, ഇത്രയും ഗ്രാമേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും.